വയനാട് DCC ട്രഷറർ NM വിജയനും മകനും ജീവനൊടുക്കിയ കേസിൽ ഒന്നാം പ്രതിയായ IC ബാലകൃഷ്ണൻ MLA നിയമസഭയിലെത്തി. മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയാനിരിക്കെയാണ് സഭയിലെത്തിയത്. നാളെ വിധി പറയുന്നതിന് മുമ്പ് പ്രതികളെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതിയായതോടെ IC ബാലകൃഷ്ണൻ ഒളിവിലായിരുന്നു. എന്നാൽ ഒളിവിൽ പോയതല്ലെന്നും സുഹൃത്തിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കർണാടകയിലായിരുന്നുവെന്നും വിശദീകരിച്ച് IC ബാലകൃഷ്ണൻ രംഗത്തെത്തിയിരുന്നു. എന്നാൽ IC ബാലകൃഷ്ണൻ ഒളിവിലാണെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പ്രതികരിക്കുകയായിരുന്നു. അറസ്റ്റ് വാറണ്ടുള്ളയാൾ ഒളിവിൽ പോകേണ്ടി വരും, അത് സ്വാഭാവികമാണ് എന്നായിരുന്നു പ്രതികരണം. ഡിസംബർ 25-നാണ് DCC ട്രഷറായിരുന്ന വിജയനെയും മകൻ ജിജേഷിനെയും വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നാലെ 27-ന് ഇരുവരും മരിച്ചു. ബാലകൃഷ്ണന് പുറമെ ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരെയും പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. സഹകരണ ബാങ്കിലെ നിയമനക്കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചതോടെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി FIR രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചെങ്കിലും 15-ലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. കേസ് ഡയറി പരിശോധിച്ചതിനു ശേഷം മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിൽ വിധി പറയാമെന്നാണ് കോടതി പറഞ്ഞത്. അതുവരെ ഇരുവരുടെയും അറസ്റ്റ് തടഞ്ഞിരുന്നു.